നമസ്കാരം. കേരള ന്യൂസ് 60 ഫേസ് ടു ഫേസ് എന്ന പേരിൽ ഒരു ഡിബേറ്റ് പ്രോഗ്രാം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വയനാട് ദുരന്തത്തിൽ ആരൊക്കെയാണ് മീൻ പിടിക്കുന്നത്, ആരൊക്കെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് NC മോഹനനാണ്. കേരള ന്യൂസ് 60 വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾ ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. NC മോഹനൻ, ഇപ്പോൾ വയനാട് ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ ആ വിഷയത്തിൽ നിലവിൽ UDF-ഉം BJP-യും ഒക്കെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ രാഷ്ട്രീയ പരമായിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വളരെ മോശമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് VD സതീശൻ രംഗത്തേക്ക് വരുന്നുണ്ട്, BJP രംഗത്തേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ CPM നോക്കിക്കാണുന്നത്? കേരളം യഥാർത്ഥത്തിൽ നെഞ്ചുലച്ച് കണ്ണീരൊഴുക്കി നിന്ന ഒരു പ്രകൃതി ദുരന്തമായിരുന്നല്ലോ വയനാട്. പ്രധാനമന്ത്രി വന്നു, ദുരന്ത സ്ഥലം സന്ദർശിച്ചു. മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും, കക്ഷി രാഷ്ട്രീയത്തിനും സാമുദായിക വേർതിരിവുകൾക്കും എല്ലാം അതീതമായി എല്ലാ മനുഷ്യരും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു വലിയ പ്രതീക്ഷ വെച്ചു. നിരപരാധികളായ ഇത്രയേറെ മനുഷ്യരുടെ പ്രാണനും സർവസമ്പാദ്യങ്ങളും അപഹരിച്ചെടുത്ത ഈ പ്രകൃതി ദുരന്തത്തിൽ, ആ പ്രകൃതി ദുരന്തത്തിന് വിധേയരായി പോയ നിർഭാഗ്യവാന്മാരായ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് വളരെ മാതൃകാപരമായി പ്രഖ്യാപിക്കും എന്നാണ് എല്ലാ മനുഷ്യസ്നേഹികളും പ്രതീക്ഷിച്ചത്. അതിലൊരു രാഷ്ട്രീയമില്ല. പക്ഷേ ഹൃദയമില്ലാത്തവരാണ്, അഥവാ ഹൃദയശൂന്യരാണ് കേന്ദ്ര ഗവൺമെന്റും അതിൻ്റെ സാരഥികളും എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാകാത്ത സമീപനമാണ്, മനുഷ്യവിരുദ്ധമായ സമീപനമാണ് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും യഥാർത്ഥത്തിൽ കേരളത്തോട് സ്വീകരിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഹൃദയശൂന്യതയ്ക്കെതിരായിട്ടുള്ള നിലപാട് കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിന്നാണ് സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെയല്ല. കാരണം വയനാട് ദുരന്തത്തിന് അടിപ്പെട്ടു പോയ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായ പദ്ധതികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, അതിനെ ലോകത്തൊട്ടാകെയുള്ള മനുഷ്യസ്നേഹികൾ സഹായിക്കുമ്പോൾ, സർക്കാരിനെതിരായിട്ട് എങ്ങനെയാണ് ഗൂഢാലോചന നടത്താൻ പറ്റുക, കുൽസിതമായ നീക്കം നടത്താൻ പറ്റുക എന്ന് ഗവേഷണം നടത്താനും ഒരു വിഭാഗം മാധ്യമങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കി ആ നിലയ്ക്കുള്ള പ്രചരണം നടത്താനുമാണ് കേരളത്തിലെ പ്രതിപക്ഷവും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ ബഹുമാന്യനായ ശ്രീ VD സതീശൻ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പക്വതയും മനുഷ്യസ്നേഹവും കാണിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ മനുഷ്യവിരുദ്ധതയെ ബോധപൂർവം മറക്കുകയും അല്ലെങ്കിൽ മാറ്റിവെക്കുകയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായി മനുഷ്യസ്നേഹപരമായ നിലപാടെടുത്ത് എല്ലാ മനുഷ്യരെയും പുനരധിവസിപ്പിക്കാൻ വേണ്ടി ടൗൺഷിപ്പ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളെ എങ്ങനെ ടോർപ്പഡോ വയ്ക്കാം, എങ്ങനെ ദുർബലപ്പെടുത്താം, എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം എന്ന ഗവേഷണമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് ഒരു വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി സമാഹരിച്ച മുഴുവൻ പണവും അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന് ആവർത്തിച്ച് ഉറപ്പു പറയുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് കേരളീയ സമൂഹം വിമർശനപരമായി ചർച്ച ചെയ്യുന്നത്. NC മോഹനൻ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ, ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുമ്പോൾ DYFI 25 വീടുകൾ പണിത് കൊടുക്കാമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് വെറും ഒരു പ്രഖ്യാപനമല്ല. 25 വീടുകൾ എന്ന് പറഞ്ഞ DYFI അവിടെ 100 വീടുകൾ പണിത് കൊടുക്കാനുള്ള 20 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതേ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ
ഒരു വീട് പണിത് കൊടുക്കാനുള്ള പണം പോലും നൽകിയിട്ടില്ല എന്നത് മാത്രമല്ല, അവർക്ക് 1 കോടി രൂപ പോലും പിരിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, ആ പിരിവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഈ അവസരത്തിൽ ഒരാണ്ട് തികയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് വിലയിരുത്തേണ്ടത്? ഇതില് കർണാടക മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, KPCCയുടെ പ്രഖ്യാപനം, ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം, ഇപ്പോ പേരെടുത്ത് പറഞ്ഞ സംഘടനകളുടെയും നേതാക്കളുടെയും ആ സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖകളായി മാറി. എന്നാൽ മറ്റൊരു യുവജന പ്രസ്ഥാനം DYFI ഇന്ത്യക്കാകെ മാതൃകയാകുന്ന വിധത്തിലാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുൻപാകെ ചെന്ന് വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള തുക ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ തുക സമാഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ ആ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെയും മാതൃകാപരമായ സാമൂഹിക ഇടപെടലിന്റെയും നേർചിത്രം വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ഇങ്ങനെയും കഴിയും, ഒരു ജനതയുടെ, ഒരു യുവതയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഇങ്ങനെയും പ്രയോജനപ്പെടുത്താനാകുമെന്ന് DYFI തെളിയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്തപ്പോ? യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എവിടെ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി, അഖിലേന്ത്യാ നേതൃത്വം പിരിച്ചുവിടണം. കർക്കശമായ അച്ചടക്ക നടപടി സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയെ വയനാട് പോലുള്ള അതിദാരുണമായ ഒരു ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മനുഷ്യരിൽ നിന്ന് സമാഹരിച്ച പൈസ പ്രയോജനപ്പെടുത്താതെ, പദ്ധതി നടപ്പിലാക്കാതെ, ദുരുപയോഗം ചെയ്ത് ഫണ്ട് തട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരെ ഉൾപ്പെടെ ആ കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയെ പിരിച്ചുവിട്ട് ആ നേതാക്കളുടെ പേരിൽ മാതൃകാപരമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഭാവികളായ, യൂത്ത് കോൺഗ്രസിന്റെ അനുഭാവികളായ സാധാരണ പ്രവർത്തകരോട് നീതി കാണിക്കപ്പെടുകയുള്ളൂ. ഇപ്പോ വെറുതെ വാചാടോപം നടത്തി സ്വയം ന്യായീകരണം കണ്ടെത്താൻ ഈ നേതാക്കളൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ മുൻപിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ട് അപമാനകരമായ നിലപാട് സ്വീകരിച്ച് ഇവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതുതന്നെയാണ് KPCCയുടെ പ്രഖ്യാപനം. 1000 വീട് കൊടുക്കുമെന്ന് പറയാ, 100 വീട് കൊടുക്കുമെന്ന് പറയാ, 300 വീട് കൊടുക്കുമെന്ന് പറയാ. ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു വീടിനെങ്കിലും പണി പൂർത്തിയാക്കി മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കാൻ ഇപ്പോഴും ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് തെളിയിക്കുന്നത് എന്താ? കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിന്, KPCCക്ക്, യൂത്ത് കോൺഗ്രസിന്, കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതൃത്വത്തിന് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമോ മനുഷ്യ സ്നേഹമോ കരുണയോ ആർദ്രതയോ സാഹോദര്യമോ ലവലേശം അവരുടെ നെഞ്ചിൽ തൊട്ടിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എന്താണ് വയനാടിന് വേണ്ടി ചെയ്തത്? അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് ജനതയ്ക്ക് വേണ്ടി ലോക്സഭയിൽ ഒരിക്കൽ പോലും അതിശക്തമായ ശബ്ദമുയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുമ്പോൾ മാത്രം എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു കാട്ടിക്കൂട്ടലായിരുന്നില്ലേ മിസ്റ്റർ NC മോഹനൻ? യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള നാടിനോടുള്ള ഒരു പ്രതിബദ്ധതയുമില്ല. ഇവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ഷൻ പൊളിറ്റിക്സ് മാത്രമാണ്. പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക, അതിന് സമുദായത്തെ പറയുക, ജാതി പറയുക, പണം മുടക്കുക. അപ്പൊ സമ്പത്ത്, ജാതി, മതം, ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികാര രാഷ്ട്രീയത്തിൽ ഒന്നാമതെത്താൻ ഉള്ള പരിശ്രമം നടത്തുക. ഇപ്പോ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. അവരെന്ത് പ്രവർത്തനം നടത്തിയിട്ടാ ജയിച്ചേ? ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടെന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയുടെ ഭാഗമായിട്ടുള്ളവർക്ക് ഉത്തരേന്ത്യയിൽ നിന്നാൽ ജയിക്കാനാവില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ കേരളത്തിലേക്ക് വന്നത്. അത് രാഹുൽ ഗാന്ധി ആവട്ടെ, പ്രിയങ്ക ഗാന്ധി ആകട്ടെ, ആ കാലത്ത് ആ സന്ദർഭത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എങ്ങനെയെങ്കിലും നിലനിൽപ്പ് ഭദ്രമാക്കുക എന്നുള്ളതാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്ര ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയിരുന്നോ എന്ന് ആരും ചോദിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. ഇത്രയും വലിയ മഹാദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ അജിറ്റേറ്റ് ചെയ്യാൻ, വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പ്രക്ഷോഭം നയിക്കാൻ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ
കേന്ദ്ര ഗവൺമെന്റിന്റെ മനുഷ്യവിരുദ്ധതയെ നിശിതമായി ചോദ്യം ചെയ്യാൻ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത പാർലമെന്റ് അംഗത്തെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ എന്തു പേരിട്ട് കേരളീയർ വിളിക്കണം? ഇവർക്കൊന്നും കേരളീയ മനുഷ്യരുടെ മുൻപാകെ, കേരളത്തിലെ മനുഷ്യരുടെ മുൻപാകെ യാതൊരു സ്ഥാനമാനങ്ങളും പരിഗണനകളും കിട്ടാതെ പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണങ്ങൾ ഒന്നിവർ മനുഷ്യവിരുദ്ധരാണ്, രണ്ടിവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല, ഇവരിൽ അർപ്പിതമായിട്ടുള്ള അധികാരത്തെ നാടിനും ജനങ്ങൾക്കും വേണ്ടി കൈകാര്യം ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടില്ല. കാഴ്ചപ്പാടിലെ ഈ ദാരിദ്ര്യമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷ നേതൃനിരയെയും ഇന്ന് മനുഷ്യരുടെ മുൻപിൽ അവഹേളിക്കപ്പെട്ടു നിൽക്കുന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഒരാൾ സുരേഷ് ഗോപി, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP ആണ്. BJPക്ക് ആദ്യമായിട്ട് ഒരു MP കേരളത്തിൽ നിന്ന് കിട്ടുകയാണ്. അദ്ദേഹം അവിടെ ദുരന്തമുണ്ടായിട്ട്, വയനാട് ദുരന്തം സംഭവിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത് 6ാം ദിവസമാണ്. മാത്രവുമല്ല, L3 വിഭാഗത്തിൽ പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും വ്യക്തമായ ഒരു മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ലോകസഭയിലും അമിത്ഷായും അതുപോലെ തന്നെ ഭൂപേന്ദ്ര യാദവും ഒക്കെ പറഞ്ഞ പെരും നുണകളുടെ ചൂട്ടുപിടിച്ചുകൊണ്ട് അതിനെതിരെ ഒരക്ഷരം ഇണ്ടാതെ നിശബ്ദരായിട്ട് നിന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജോർജ് കുര്യൻ, ഇവരൊന്നും ഈ ഒരു വിഷയത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. മോദി സർക്കാർ സത്യത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. ആ വാദഗതികളൊന്നും ശരിയായിരുന്നില്ല എന്ന് പരോക്ഷമായെങ്കിലും സ്വന്തം മൗനത്തിലൂടെ ഈ 2 കേന്ദ്ര സഹമന്ത്രിമാർ മനുഷ്യരെ ബോധ്യപ്പെടുത്തുക ചെയ്തത്. അമിത്ഷായുടെ അവകാശവാദങ്ങളൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകളും കൊടുത്തിരുന്നില്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. അത് കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർക്കും അറിയാമായിരുന്നു ഇത് തട്ടിപ്പാണ്, ഇത് പറഞ്ഞാൽ വില പോകില്ല, നിലനിൽക്കില്ല. അതുകൊണ്ട് അവർ മൗനം പാലിച്ചു. എന്നാൽ ഈ 2 കേന്ദ്രമന്ത്രിമാർ അവര് ഈ കേരളം ഒന്നാകെ നേരിട്ട ഈ ദുരന്തത്തിന്റെ മുൻപിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിർലോഭമായ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ അവരെന്തെങ്കിലും ചെയ്തോ? ഏത് വയനാടെന്ന് ചോദിക്കുന്ന തരത്തിലേക്കാ സുരേഷ് ഗോപിയുടെ പ്രതികരണം പോയത്. ഒരു പ്രതികരണം വരുന്നത് എങ്ങനെയാണ്? ഇവർക്കൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരും സത്യപ്രതിജ്ഞ ചെയ്തവരുമായ മന്ത്രിമാർ ആയിട്ട് ഇവർക്ക് എങ്ങനെ തുടരാൻ പറ്റും? ഇത്ര മനുഷ്യവിരുദ്ധരായിട്ട് 1 കൊല്ലം പൂർത്തിയാവുകയാണല്ലോ ഈ ദുരന്തമുണ്ടായിട്ട്. ഇവരുടെ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ബാധിക്കുന്നതായിട്ടോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പ ഈ മനുഷ്യരോടുള്ളതായിട്ടോ ഒരു പ്രതികരണത്തിൽ നിന്നും വരുന്നില്ലല്ലോ. അപ്പോ രാഷ്ട്രീയമായി തങ്ങൾക്കുള്ള അധികാരത്തെ നാടിനോ ജനങ്ങൾക്കോ വേണ്ടി പ്രയോജനപ്പെടുത്താത്ത, അധികാരത്തിൽ ഇങ്ങനെ വാണരുളാനാകും എന്ന് തെളിയിക്കുന്നവരായി ഈ 2 കേന്ദ്ര സഹമന്ത്രിമാരും വയനാട്ടിലെ പാർലമെന്റ് അംഗവും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ കോൺഗ്രസിന്റെ MP-മാരും ഇത് തെളിയിച്ചിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മലയാളിക്ക് നല്ല ബോധ്യമുണ്ട്, ഓരോ കേരളീയനും നല്ല ബോധ്യമുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായ വേർതിരിവുകളുടെയോ പക്ഷപാതിത്വത്തിന്റെയോ ഭാഗമായി എല്ലാവരും ഒരേപോലെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ മനസാക്ഷിയുള്ള എല്ലാവർക്കും ഇതറിയാം. വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം ഫേസ് ടു ഫേസ്.